നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും വൈറലാകാൻ വേണ്ടിയിട്ട് പല രസകരമായിട്ടുള്ള വീഡിയോസ് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുന്നവരുണ്ട്. അത്തരത്തിൽ അപകടമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ആളുകളിലേക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ആളുകളെ പിടിച്ചിരുത്തി രസിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്. അതിന്ന് കൊച്ചുകുട്ടികൾ വരെ ഇന്ന് ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ റീൽസ് ചിത്രീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഇന്ന് നേരം പോക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ കാണാറുണ്ട് ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ കുറച്ച് ലൈക്ക് കിട്ടാൻ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ആ വീഡിയോസ് കാണാനായിട്ട് എന്തും കാണിച്ചു കൂട്ടാൻ തയ്യാറാണ്. അതായത് എന്ത് വൃത്തികേടും കാണിച്ചു കൂട്ടാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് മോശമായിട്ടുള്ള ഭാഷ വേണമെങ്കിൽ പ്രയോഗിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ എന്തും കാണിച്ച് വീഡിയോ എടുത്ത് അങ്ങനെ കുറേ ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പോൾ പറയുന്നത് ഒരു റീൽസിനെ കുറിച്ചാണ്. ഒരു റീല് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നാലെ തന്നെ വലിയ വിവാദവും ഇപ്പോൾ നടക്കുകയാണ്. മറ്റൊന്നുമല്ല, അഭിഭാഷകനായി എൻറോൾ ചെയ്തതിൻ്റെ റീൽ വൈറലാക്കാൻ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ദൃശ്യം തന്നെ ഷൂട്ട് ചെയ്ത് ഉപയോഗിച്ച യുവ അഭിഭാഷകനെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ്. നടപടി തുടങ്ങുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് അഭിഭാഷകർക്ക് വേണ്ട അച്ചടക്കത്തിന്റെ പ്രസക്തി തന്നെയാണ്. ഒരു അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നീതി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നീതി വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ എപ്പോഴും സമൂഹത്തിനൊരു മാതൃകയാകേണ്ട ഒരാളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം തന്നെ ഉപയോഗിച്ച് റീൽ ചിത്രീകരിച്ചിരിക്കുന്നതും കോടതി വളപ്പിലടക്കം. റീൽ വൈറലായതിന് പിന്നാലെയാണ് ഇപ്പോൾ അച്ചടക്ക ലംഘനത്തിന് നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാട്ടി കേരള ബാർ കൗൺസിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആക്ട് വകുപ്പ് 35 പ്രകാരം നൽകിയ നോട്ടീസിൽ തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പോലും വിലക്കാം. അഭിഭാഷകന്റെ പ്രവൃത്തി നീതിന്യായ സംവിധാനത്തിന്റെ അന്തസ്സിനെ കളങ്കമേൽപ്പിക്കുന്നതാണെന്ന് കാട്ടിയാണ് നോട്ടീസ്. ഞായറാഴ്ചയാണ് തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ഫൈസ് ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. ഇതിനിടയിലാണ് റീലിനായുള്ള ഷൂട്ടും നടത്തിയത്. ജഡ്ജിയുടെ കാറിന്റെ മുൻവശം കാണിച്ചു തുടങ്ങുന്ന വീഡിയോയിൽ ഹൈക്കോടതി കെട്ടിടവും എൻറോൾമെന്റ് ചടങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30 സെക്കൻഡ് റീൽ ബുധനാഴ്ച വ്യാപകമായി തന്നെ പ്രചരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കാണാനായിട്ട് സാധിക്കും. വ്യക്തമായ പദ്ധതിയോടെയാണ് റീൽ ചിത്രീകരിച്ചതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തീർത്തും പ്രൊഫഷണൽ ആയിരുന്നു റീൽ. ഇതിനിടെയാണ് അപ്രതീക്ഷിത നടപടി വരുന്നത്. ഒരു പക്ഷേ അഭിഭാഷകൻ അറിഞ്ഞു കാണില്ല ഇത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ തനിക്ക് അന്നേ ദിവസം തന്നെ വരുത്തി തീർക്കുമെന്ന്. ചാവക്കാട് മുതുവട്ടൂർ സ്വദേശിയായ മുഹമ്മദ് ഫൈസാണ് എൻറോൾമെന്റ് ദിനത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം ഉപയോഗിച്ച് റീൽ ചിത്രീകരിച്ചത്. സോഷ്യൽ മീഡിയയിൽ മുഹമ്മദ് ഫൈസ് പങ്കുവച്ച വീഡിയോയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനവും ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് നീതിന്യായ വകുപ്പിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്നതാണ് എന്ന് ബാർ കൗൺസിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ജൂൺ 1 മുഹമ്മദ് ഫൈസ് അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. അന്നേ ദിവസം ചിത്രീകരിച്ച 30 സെക്കൻഡ് വരുന്ന റീൽ ആരംഭിക്കുന്നത് പോലും ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനം കാണിച്ചുകൊണ്ടാണ്. ഇതുകൂടാതെ ഹൈക്കോടതിയുടെ അകത്തു നിന്നുള്ള രംഗങ്ങളും റീലിലുണ്ട്. പരസ്യ താൽപര്യത്തോടെയുള്ള റീൽ ചിത്രീകരണത്തിൽ ജഡ്ജിയുടെ വാഹനമടക്കം ദുരുപയോഗപ്പെടുത്തിയതിനാണ് നീതിന്യായ വ്യവസ്ഥയോടുള്ള അനാദരവാണെന്ന് വിലയിരുത്തൽ. വിഷയത്തിൽ അഭിഭാഷകൻ മാപ്പപേക്ഷ നൽകുമെന്നാണ് സൂചന. ഇത്തരത്തിലെ ആദ്യ സംഭവമാണിത്. അതുകൊണ്ട് തന്നെ യുവ അഭിഭാഷകനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. എന്തായാലും താക്കീത് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതായാലും ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റീൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുണ്ട്. ഇപ്പോഴും വൈറലാണ്, അതുകൊണ്ട് അത് നീക്കമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇനി തുടർ നടപടികൾ ബാർ കൗൺസിൽ അടക്കം ഇപ്പോൾ അച്ചടക്ക നടപടികൾ എടുക്കുമെന്ന് അറിയിച്ചതുകൊണ്ട് എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നടപടികൾ എന്നുള്ളതായിരിക്കും കാത്തിരുന്ന് കാണാം.